الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني يا صاحب الوقت أعرض بحكم النيابة عنكم يا صاحب الوقت أعرض بكم نيابة عنكم والله جبهتي تحت قدميكم يا صاحب الوقت في جبهتي تحت نعالكم أعرض بحكم نيابة عنكم كافها يا عين صاد كفية حميم عين سين قاف همية وبحمزة القهار عم المصطفى أسد الإله وسيد الشهداء وبحمزة القهار عم المصطفى أسد الإله وسيد الشهداء وبحمزة القهار عم المصطفى أسد الإله وسيد الشهداء واعلموا يا أمة سيدنا مولانا محمد സ്നേഹമുള്ള ഉസ്താദുമാരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, സുഹൃത്തുക്കളെ, അള്ളാഹു നമ്മുടെ ഒത്തുചേരൽ സാലിഹായ അമലായി നമ്മൾ ഇന്ന് കബൂലാക്കട്ടെ. നിങ്ങളുടെ രക്ഷിതാക്കൾ നല്ല ബോധമുള്ള, തൻ്റെ ഇടമുള്ള, മക്കൾക്ക് ദിശ നിർണയിക്കണമെന്ന് നന്നായി ബോധിച്ച ഉപ്പമാരും നിങ്ങളുടെ സഹോദരങ്ങളും ഉള്ളതുകൊണ്ടാണ് നിങ്ങളിവിടെ എത്തിയത്. ഒരുപക്ഷെ അല്പമൊക്കെ നിഅമത്ത് അല്ലാഹു കൊടുത്തവരായിരിക്കും, അല്ലെങ്കിൽ ഉള്ളതുകൊണ്ട് ഒപ്പിച്ചെടുത്ത് കഷ്ടിച്ച് എൻ്റെ മകൻ വടക്കായി പോകരുത്, കേടായി പോകരുത് എന്ന് കരുതി അവർ ചെയ്യുന്ന ഒരു കഷ്ടപ്പാടായിരിക്കും. എന്തായാലും ഏറ്റവും വലിയ കഷ്ടപ്പാടാണ്. നമ്മൾ പറയും വാപ്പ ഗൾഫിലാണ്, വാപ്പാക്ക് കച്ചവടമാണ്. ഇതാണ് ഇപ്പോൾ കാര്യമായിട്ടുള്ള രണ്ട് സംഗതി. കച്ചവടക്കാരൻ്റെ ഒരവസ്ഥ എന്ന് പറഞ്ഞാൽ, ശരിയായ രീതിയിൽ കച്ചവടം ചെയ്യുന്നൊരു വ്യക്തി, ഒരു പലചരക്ക് കച്ചവടക്കാരനാണെങ്കിൽ അവൻ വീട്ടിൽ വന്ന് ഒന്ന് കുളിച്ച് വൃത്തിയായി ഇശയും നിസ്കരിച്ച് ഭക്ഷണവും കഴിക്കുമ്പോഴേക്ക് 1 മണിയാവും, ചിലപ്പോൾ അതിലധികമാവും. 3 മണി സമയത്ത് നല്ല പച്ചക്കറി, തെളിയുള്ള പച്ചക്കറി കിട്ടണമെങ്കിൽ രാവിലെ എണീറ്റ് പോകണം. മാർക്കറ്റിലെത്താൻ 3/4 മണിക്കൂർ ഓടണം. എല്ലാറ്റിനും കൂടി കണക്കാക്കി ഒരു 3:30 മണിക്ക് എണീക്കണം. ആ ഉപ്പയുടെ ജീവിതത്തിൽ ഈ ഒരു നിലപാട് തുടങ്ങിയിട്ട് വർഷങ്ങളായി. ഏതാനും ചില മണിക്കൂറുകൾ, 2 മണിക്കൂർ 2.5 മണിക്കൂർക്ക് വർക്ക് കിട്ടും. ഉച്ചയൂണ് കഴിഞ്ഞിട്ടുള്ള വർക്ക് പറ്റൂല, കട തുറക്കണം. സ്ട്രൈക്കില്ല, ബന്ദില്ല, പൂജാദിനമില്ല, കോവിഡില്ല. ഭക്ഷണം എല്ലാവർക്കും ആവശ്യമുള്ളത് കൊണ്ട് എന്നും തുറക്കണം. ഇതാണ് ഒരു കച്ചവടക്കാരൻ്റെ സാദാസീദാ അവസ്ഥ. ഇനി ഒരു ഗൾഫുകാരൻ്റെ അവസ്ഥ പരിശോധിച്ചാൽ, അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് ഏതാനും ദിവസങ്ങൾ മുമ്പാണ് ഉംറ കഴിഞ്ഞ് എത്തിയത്. മദീനയിൽ അത്യാവശ്യം നല്ല ചൂടാണ്. ചൂടെന്ന് പറഞ്ഞാൽ ചെരുപ്പില്ലാതെ നിലത്തേക്ക് കാല് വെച്ചാൽ തലച്ചോറ് പതക്കും എന്നിട്ടൊരു പച്ചയിക്കാരൻ. അങ്ങനെ ഞങ്ങൾക്ക് ഭക്ഷണം തന്ന ഒരു കാറ്ററിങ്ങിൻ്റെ ഗ്രൂപ്പുണ്ട്. അവരെ കിച്ചണിൽ ദ്വാരക്കാൻ വേണ്ടിയിട്ട് വിളിച്ചു. അപ്പോൾ അവർ വിശദീകരണം തുടങ്ങി. ഇപ്പോഴുള്ള ചൂട് ഇവിടെ ഉണ്ടായിരുന്ന ചൂടിൻ്റെ പകുതിയാണ്. എന്നിട്ട് അവർ പറഞ്ഞു, ഈ വെള്ളം നടത്തിയ പൈപ്പ് ഇത് 67 ഡിഗ്രി
ചൂടായാൽ ഇത് സ്വമേധയാ പൊട്ടണമെന്നതാണ് ഇതിൻ്റെ ഒരു സ്റ്റെപ്പ്. അങ്ങനെയാണ് അത് നിർമ്മിച്ചു വച്ചിട്ടുള്ളത്. ഈ വർഷം അത് പൊട്ടി. പിന്നീട് വെള്ളം ചീറ്റണം. വെള്ളം ചീറ്റാതിരുന്നാൽ പിന്നീട് ബിൽഡിങ് കത്തും. 70ൻ്റെ അപ്പുറത്തേക്ക് ബിൽഡിങ് കത്തും. 70ൻ്റെ അപ്പുറത്തേക്ക് 100 ഡിഗ്രി ആയാൽ എല്ലാവരും കത്തും. എന്നിട്ട് അയാൾ പറഞ്ഞു, ഈ ചൂട് താഴയിൽ നിന്നും ഈ അടുപ്പിൽ നിന്നുള്ള തീയിൻ്റെ ചൂടും സഹിച്ചാണ് ഈ ജോലിക്കാർ ജോലി ചെയ്യുന്നത്. ഈ യാത്രയിലെ ഏറ്റവും കഥനപ്പെട്ട ഒരു കഥയാണത്. ഇതാണ് ഒരു ഗൾഫുകാരൻ്റെ ജീവിതം. എല്ലാ രാഷ്ട്രത്തിലും ഈ കേരളത്തിലെ പോലെ ഒരു സുഖമുള്ള ക്ലൈമറ്റ് എവിടെയില്ല. ഒരുപക്ഷെ ചൂട് അല്ലെങ്കിൽ തണുപ്പ്. എന്നിട്ട് അയാൾ പറഞ്ഞൊരു വാക്കും കൂടിയുണ്ട്. എന്നിട്ട് അയാൾ ഈ കിച്ചണിൽ ഭക്ഷണം ഒക്കെ സൂക്ഷിക്കുന്ന മത്സ്യവും മാംസവും ഒക്കെ സൂക്ഷിക്കുന്നൊരു സ്ഥലത്തേക്ക്, അത് മൈനസാണ്. ഒരു 10 മിനിറ്റ് നേരം നമ്മൾ നിന്നാൽ, 5 മിനിറ്റ് 10 മിനിറ്റ് ഒക്കെ നിന്നാൽ നമ്മൾ മരിച്ചു പോകും. ആ സീസ് തണുപ്പം. അപ്പോൾ അവിടെ എന്നെ അതിലേക്ക് കയറ്റി 2 മിനിറ്റ് എന്ന് ഞാനും പുറത്തേക്ക് ചാടി. അപ്പം ഞാൻ പറഞ്ഞു, നരകത്തിൽ ഇങ്ങനെ ഒരു സ്ഥലമുണ്ട്. നരകം മൊത്തം ചൂടല്ല, നരകത്തിൽ തണുപ്പിൻ്റെ ഏരിയ ഉണ്ട്. അപ്പം അയാൾ പറഞ്ഞു, ഉസ്താദേ, ചൂടിനേക്കാളും കടുപ്പം തണുപ്പാണ്. തണുപ്പ് സഹിക്കാൻ കഴിയൂല. തണുപ്പ് രോമക്കുത്തിൻ്റെ ഉള്ളിലേക്ക് തുളച്ച് കയറുകയാണ്. അതൊരിക്കലും സഹിക്കാൻ കഴിയണില്ല. ഈ ചൂടും തണുപ്പും സമ്മിശ്ര പ്രതികരണം നൽകി കഷ്ടപ്പെട്ടാണ് നമ്മളെ ഉപ്പാര്, ജ്യേഷ്ഠന്മാര്, അമ്മോന്മാര്, നമ്മളെ എളാപ്പാര്, നമ്മളെ മൂത്താപ്പാര്, നമ്മളെ അമ്മായിക്കാക്കാര് ഒക്കെ ഗൾഫിൽ ജോലി ചെയ്യണത്. അങ്ങനെ കഷ്ടപ്പെട്ട് ആണ് അവർ നമ്മൾക്ക് ഈ പൈസയൊക്കെ അയച്ചു തരുന്നതും ഇവിടുത്തെ ഫീസ് അടക്കുന്നതും നിങ്ങളെ മറ്റു ചെലവുകളിലേക്കൊക്കെ കാശ് അയച്ചു തരുന്നത്. ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് നിങ്ങളെ പോറ്റുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ, നാളെ പരലോകത്ത് ഒരു ചോദ്യമുണ്ട് മാതാപിതാക്കളോട്. മക്കള് മാതാപിതാക്കളെ കണ്ടാൽ ആ മക്കള് മാതാപിതാക്കളെ ഓടിച്ചിട്ട് പിടിക്കും. പിടിച്ചിട്ട് അവർ പടച്ചോൻ്റെ മുമ്പിൽ കൊടുന്ന് തൂക്കും. ഇവരെ കാണുമ്പോൾ മാതാപിതാക്കൾ ഓടും. ഓടുമ്പോൾ മക്കൾ പിന്നാലെ ഓടിച്ചിട്ട് പിടിക്കും. പിടിച്ചിട്ട് അവർ കൊണ്ടുവന്നിട്ട് പടച്ചോൻ്റെ മുമ്പിൽ അവർക്ക് കൊടുക്കാനുള്ള ഒരു പരാതി, ഇതിൻ്റെ അമ്മയാണ്, ഇതിൻ്റെ വാപ്പയാണ്, ഇതിൻ്റെ ഡാഡിയാണ്, ഇതിൻ്റെ മമ്മിയാണ്, എനിക്ക് നിന്നിലുള്ള പേടി ഇവർ തന്നില്ല, നിന്നിലുള്ള പേടി എനിക്ക് എൻ്റെ ഉമ്മയും ഉപ്പിയും ദുന്യാവിൽ വെച്ച് തന്നില്ല, അതുകൊണ്ട് ഞാൻ വഴിവിട്ടുപോയി, അതുകൊണ്ട് ഞാൻ നരകക്കാരനായി. എന്നെ നരകത്തിലിടുന്നതിൻ്റെ മുമ്പ് ഇതിൻ്റെ കാരണക്കാരായ ഇവരെയാണ് ഇടേണ്ടത്, ഞാനോല നെഞ്ഞിപ്പാക്കിൽ ചവിട്ടി നിന്നോളാം എന്ന് ഈ മക്കൾ അള്ളാഹുവിനോട് മാതാപിതാക്കളെ പ്രതിസ്ഥാനത്ത് നിർത്തി പരാതി പറയും. ഇത് ആണ് ഈ ഫോട്ടോക്കെ പിന്നെ എടുക്കാം. ഇതൊന്ന് കേൾക്കേ, അവിടെ പോയി ഇരിക്കേ, പിന്നെ എടുക്കാം. ഞാൻ ഇവിടെ ഉണ്ടാവും. ഇതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഒരു സംഗതി. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, നമ്മളമ്മയും നിങ്ങളെ ഉപ്പയും ഉമ്മയും നിങ്ങളെ ചോരകളും നിങ്ങൾ നിഴലായി പിന്തുടരേണ്ടവരും നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുകയാണ്.
എൻ്റെ നാട്ടുകാരനൊരാളെ ഞാൻ മുമ്പ് പോയപ്പോൾ ഒരു മക്കയിലെ ഒരു സ്ഥലത്ത് വെച്ച് കണ്ടു. അപ്പോൾ അവൻ്റെ കുട്ടികളും ചെറിയ ശമ്പളത്തിനാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ അവന് ഹൗസ് ഡ്രൈവർ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഏറ്റവും ചീപ്പ് പണിയാണ്. ആ പണിയെടുക്കണത് രാവും പകലും ഉണ്ടാവില്ല. ഇവർക്ക് എപ്പോഴാണ് തോന്നുന്നു അപ്പോഴൊക്കെ പോകേണ്ടി വരും. ഓല ഉറങ്ങണ നേരത്ത് പിന്നെ ഉറങ്ങാൻ പറ്റൂല, ഓല ഉണരുന്ന നേരത്തും ഉറങ്ങാൻ പറ്റൂല. ഇതാണ് അതിൻ്റെ അവസ്ഥ. അപ്പം ഈ കുട്ടിനോട് പറഞ്ഞു, കുട്ടികൾ പഠിക്കുമല്ലോ എന്ന് പറഞ്ഞു. ഇതന്നെ ഓ അവിടെ കിടന്ന് വേവുകയാണ്, ഊണും ഉറക്കില്ലാതെ അധ്വാനിക്കുകയാണ്. ഓൻ്റെ കുട്ടികളൊന്ന് മഴദിൻ്റെ ഇംഗ്ലീഷ് മീഡിയത്തിലെ പഠിക്കണേ. ഓൻ്റെ ഒരു കുട്ടി ഇപ്പോൾ നമ്മളെടുത്ത് അവിടെ ഉണ്ട്. കുട്ടികൾ പഠിക്കുമല്ലോ എന്ന് പറഞ്ഞു. അതൊരു വലിയ ആശയമാണ്. അതുകൊണ്ട് ഞാൻ വളരെ പെരുത്തൊന്നും പറയുന്നില്ല. നിങ്ങൾ ഈ ഒരു ബോധമുള്ളവരായിട്ട് നിൽക്കണം. നിങ്ങൾ 2 വർഷം ഇവിടുന്ന് പഠിക്കും, എവിടെ ആയാലും നിങ്ങൾക്ക് പഠിക്കാം. പക്ഷെ നിങ്ങളിൽ മിച്ചമാകേണ്ട ഒരു കാര്യം ഒരു പടച്ചോനെ പേടി ബാക്കിയാവണം. എന്തേ എനിക്ക് 2 കൊല്ലം മഴദിൽ പോയിട്ട് കിട്ടി, ഞാനതിൽ സൈടെക്കിൽ തീർന്നിട്ട് എനിക്കെന്തേ ലഭിച്ചു എന്ന് ചോദിച്ചാൽ എനിക്കൊരു പടച്ചോനെ പേടി കിട്ടി. ഒരു തെറ്റിൻ്റെ മുമ്പിൽ അങ്ങനെ അങ്ങോട്ട് ആഞ്ഞു പോകാതെ, പറ്റ കരപ്പോസാകാതെ, എൻ്റെ ഒരു പടച്ചോണ്ട്, എൻ്റെ ഒരു മുത്തുനബി ഉണ്ട്, എനിക്കൊരു മരണമുണ്ട്, ഒരു മഷറുണ്ട്, ഒരു സ്വർഗമുണ്ട്, നരകമുണ്ട്, ഇതൊക്കെ എനിക്ക് കിട്ടിയെന്ന് നിങ്ങൾക്ക് തോന്നണം. ഞാനിത് വളരെ ആത്മാർത്ഥമായിട്ട് പറയണം. പിന്നെ ഞങ്ങളെ ഉസ്താദ്മാർ പലപ്പോഴായിട്ട് വിളിച്ചിട്ടുണ്ട്. ഞാനോരോ ഉടായ്പ് പറഞ്ഞിട്ട് അങ്ങനെ മാറ്റി മാറ്റി പോയതാണ്. ഇപ്പോഴാണ് കിട്ടിയത്. വളരെ ചുരുങ്ങിയ സമയമുള്ളൂ വാങ്ങിക്കൊടുക്കാനായി. ഇത് തോനെ നേരമൊന്നും വേണ്ട, കുറച്ചേരം മതി. ഈ ഒരു ആശയം നിങ്ങൾ പേഴ്സണലായി, വൈയക്തികമായി, വളരെ സ്വകാര്യമായി സൂക്ഷിച്ചു വെക്കണം. ഓരോരുത്തരും അവനവനെ പറ്റി ചിന്തിക്കുക. എന്തപ്പൻ്റെ അവസ്ഥ? എനിക്കിവിടെ വന്നതിന് ശേഷം വല്ല പടച്ചോനെപ്പോഴും കിട്ടിയിട്ടുണ്ടോ? അതോ എൻ്റെ ഉടായിപ്പും എൻ്റെ ലൈനും എൻ്റെ ചാറ്റിങ്ങും ഒക്കെ പഴയ മാതിരി എന്നെ തുടരുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഇത് നഷ്ടമാണ്. കാരണം ബാത്റൂമും ടോയ്ലറ്റ് പോകാൻ നമ്മൾ ക്യൂ നിൽക്കണം. നമ്മൾ ഉദ്ദേശിച്ച ഭക്ഷണം കിട്ടണില്ല. വീട്ടിലെ പോലെ ഒറ്റ റൂമില്ല, വൈഫൈ ഇല്ല, നമുക്ക് ഇഷ്ടം പോലെ ഫോൺ ഉപയോഗിക്കാൻ പറ്റണില്ല, ഇഷ്ടം പോലെ കളിച്ചാൻ പറ്റണില്ല, ഇഷ്ടം പോലെ തൂങ്ങാലാടാൻ പറ്റണില്ല. ഒരുപാട് പരിമിതികളിൽ നമ്മളിങ്ങോട്ട് ഞെരുങ്ങി അമരുകയാണ്. എന്തിനാണ് ഈ പരിമിതികൾ വെച്ചത്? 2 കൊല്ലം കൊണ്ട് ചെന്ന് പാകപ്പെടാനാണ്. നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ ഒരു വയന്ന കളി ഇങ്ങനെ കളിച്ചും, നാട്ടിൽ പോയാൽ നമ്മൾ പഴയ പരിപാടിയിലുണ്ട്, പഴയ ബന്ധങ്ങളൊക്കെ ഇപ്പോഴും നിലക്കുന്നുണ്ട്, അതൊക്കെ രഹസ്യമായി കീപ്പ് ചെയ്ത് പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ജീവിതം നഷ്ടമാണ്. ഒരു പച്ചക്കാഫിറായ മനുഷ്യൻ അയാൾ ധൂമായിട്ട് ജീവിക്കണം. കാരണം മരിച്ചെന്നാൽ ഏതായാലും ജീവിക്കാൻ പറ്റൂല. നമ്മൾ ഇവിടെ ഇത്ര കഷ്ടപ്പെട്ട് നേരത്തെ പറഞ്ഞതുപോലെ ഈ പൈസയും സമ്പാദ്യവും ഒക്കെ ഇതിനു വേണ്ടി ചെലവഴിച്ചിട്ട് നമ്മൾക്ക് കിട്ടേണ്ട ഒരു കനകം അതേതാണെന്ന് നിങ്ങൾ അതേ സംഭവമാണ്. അൽഹംദുലില്ലാഹ്, എനിക്ക് വളരെ സന്തോഷമുണ്ട്. നമ്മുടെ ഈ സംവിധാനം ഞാൻ വളരെ ദൂരയിൽ നിന്ന് നോക്കി ശ്രദ്ധിക്കാറുണ്ട്. ഇത് തുടങ്ങിയ അവസരത്തിൽ ഞാൻ നല്ല ആശങ്കയുള്ളവനാണ്, ഇത് എന്താവുന്നു. പക്ഷെ ഇത് നമ്മുടെ ഈ സംവിധാനം, നമ്മളെ മറ്റേ സംവിധാനത്തിൻ്റെ പേരെന്താ? MTRC. എല്ലാത്തിലും നല്ല മക്കളുണ്ട്. ചിലര് പ്രകൃതത്തിൽ തന്നെ നന്മ ഉണ്ടാവും. അവരിനി എങ്ങനെ ആയാലും ആ ഒരു ജീവിതമേ ജീവിക്കുള്ളൂ. അവര് അത് പരിപോഷിപ്പിക്കാനും അത് മണ്ണിട്ട് മൂടാതിരിക്കാനും ശ്രമിക്കണം.
ആരും നിർഭയപ്പെടേണ്ട കാര്യമില്ല. ഞാൻ എപ്പോഴാണ് ട്രാക്ക് തെറ്റുക, എൻ്റെ ചിന്ത എപ്പോഴാണ് തെറ്റുക, ഞാൻ എന്നാ വടക്കാകുക എന്ന് ചിന്തിച്ച് തന്നെ നിന്നാൽ മതി. ആർക്കും ഏതില്ല, ഒരു കണ്ടീഷനും ഇല്ല. ഇതിങ്ങനെ ഒരു നൂൽപ്പാലാണ്. ഈ നൂൽപ്പാലത്ത് നിന്ന് ഇങ്ങോട്ട് ചാടിയാൽ കുണ്ടുക്കാണ്, ഇങ്ങോട്ട് ചാടിയാൽ സുഖത്തുക്കുമാണ്. കണ്ണിങ്ങനെ മിഴിച്ച് നിന്നാൽ നരകം കിട്ടി, പൂട്ടിയാൽ സുഖം കിട്ടി. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ഉണർത്തുന്ന കാര്യം ഇത് തന്നെയാണ്. നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കണം. നിഅൽ എന്നതിന് ഒത്തിരി വിശാലമായ അർത്ഥമുണ്ട്. ഒന്ന് ഇത്തിബാ ആണ്. ഇത്തിബാ എന്ന് പറഞ്ഞാൽ അള്ളയും റസൂലും പറഞ്ഞതനുസരിച്ച്, മുത്തുനബി ജീവിച്ചതനുസരിച്ച് അപ്പാടെ ഫോളോ ചെയ്ത് ജീവിക്കുന്നതിനാണ് ഇത്തിബാ. അതൊരു നിഅലാണ്. നമുക്ക് നിഅലായി തന്ന ഏറ്റവും വലിയ ശക്തി ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഓ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മളൊക്കെ വിശ്വാസികളാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് നമ്മൾ വിശ്വസിച്ചിട്ടുണ്ട്. എന്നാൽ നമ്മളുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരബദ്ധം, നമ്മളിൽ പറ്റിപ്പോയി എന്തെങ്കിലും ഒരു അശ്ലീല വീഴ്ചയോ കാഴ്ചയോ, ഈ കാലത്തിനിടക്ക് നമ്മുടെ ഉമ്മയും ഉപ്പയും നമ്മെ പേടിക്കുന്നവരും നാം പേടിക്കുന്നവരും കണ്ടിട്ടില്ല. എന്തുകൊണ്ട്? അവരെ നമ്മൾക്ക് വിശ്വാസമുണ്ട്. അതെൻ്റെ ഉപ്പയാണ്, അതെൻ്റെ ഉമ്മയാണ്, അതെൻ്റെ ജ്യേഷ്ഠനാണ്, അതെൻ്റെ പെങ്ങളാണ്. സപ്പോസ് എൻ്റെ ജ്യേഷ്ഠൻ്റെ 2.5 വയസ്സുള്ള 3 വയസ്സുള്ള മകനെ കാണപ്പോലും നമ്മുടെ ജീവിതത്തിൽ ഒരു മൊബൈലിൽ അബദ്ധസഞ്ചാരം നടന്നിട്ടില്ല. സത്യമല്ലേ അത്? എന്തുകൊണ്ട്? അവർ കാണുന്നു എന്ന് നമ്മൾ വിശ്വസിക്കുന്നു, അവർ കേൾക്കുന്നു എന്ന് നമ്മൾ വിശ്വസിക്കുന്നു, അവരെൻ്റെ ജ്യേഷ്ഠൻ്റെ മോനാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ പറയുന്നു നമ്മൾക്ക് അള്ളാഹുവിൽ വിശ്വാസമുണ്ട്, മുത്തുനബിയിൽ വിശ്വാസമുണ്ട്. ഞാൻ ചെയ്യുന്ന ഈ കാര്യം എൻ്റെ അള്ളയും എൻ്റെ മുത്തുനബിയും കാണുമോ എന്ന് ചിന്തിച്ച്, അവർ കണ്ട് ലജ്ജിക്കുമല്ലോ എന്ന് ചിന്തിച്ച്, അവർ കണ്ട് വേദനിക്കുമല്ലോ എന്നാലോചിച്ച് 3 വയസ്സായ കുട്ടിയെ, 3 വയസ്സായ ജ്യേഷ്ഠൻ്റെ മകനെ പേടിച്ച ഒരു പേടി നമ്മളെ ഉള്ളിലേക്ക്, നമ്മളെ പടച്ചോനെ പറ്റി, നമ്മളെ മുത്തുനബിനെ പറ്റിയും കയറിയിട്ടുണ്ടോ? എന്നാ ഈ ജീവിതം മുതലായി. അല്ല, നമ്മൾ പറയണു ഞാൻ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹി വിശ്വസിച്ചിട്ടുണ്ട്. നമ്മൾക്ക് വല്ല തെറ്റോ കുറ്റമോ വല്ല മൊബൈൽ അബദ്ധസഞ്ചാരമോ വല്ല വീഴ്ചയോ ഒക്കെ നടത്തണം എന്നുണ്ടെങ്കിൽ എന്താണ്? ഇരുട്ട് വേണം, അപരിചിതരാവണം, വിദേശത്തെത്തണം, നാട്ടിന്ന് വിടണം. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? നാട്ടിന്ന് വിട്ടാലും ലൈറ്റ് ഓഫാക്കിയാലും കുളിപ്പരയിലെത്തിയാലും എന്നെ കാണുന്നൊരു പടച്ചോനെ ഞാൻ വിശ്വസിച്ചിട്ടില്ല, എന്നെ കാണുന്നൊരു മുത്തുനബിയിൽ ഞാൻ വിശ്വസിച്ചിട്ടില്ല എന്ന് പറയേണ്ടി വരുമോ എന്ന് ചോദിക്കേണ്ടത് നിങ്ങളോടാണ്. അപ്പം എന്നെ ഇരുട്ടത്തും ആളില്ലാത്തപ്പോഴൊന്നും എന്നെ കാണാത്തൊരു പടച്ചോനെ ഇപ്പം ഞാൻ വിശ്വസിച്ചത്, ഇരുട്ടത്തും ആളില്ലാത്തപ്പോഴും എന്നെ കാണാത്തൊരു മുത്തുനബിയിലപ്പം ഞാൻ വിശ്വസിച്ചത് എന്ന ചിന്ത മാത്രം ചിന്തിച്ചാൽ മതി. ഇനി നിങ്ങൾ ഈ ഫെസ്റ്റ് കഴിഞ്ഞ് നിങ്ങൾക്ക് എന്തു മിച്ചം കിട്ടി? സാമ്പത്തിക ചെലവുണ്ട്, സമയ ചെലവുണ്ട്, ആരോഗ്യ ചെലവുണ്ട്, ഒരുപാട് ടെൻഷനുകളുണ്ട്, ഒരുപാട് ഊർജങ്ങൾ ചെലവഴിക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞ് ബാക്കി എന്താണ്? നിങ്ങൾ മോമിനീങ്ങളായി ഈ സഭ പിരിയണം. എന്താണ് ഈമാൻ? ഇരുട്ടത്തും വെളിച്ചത്തും എന്നെ കാണുന്ന ഒരു പടച്ചവനെ, കഥ കടഞ്ഞാലും കഥക് തുറന്നാലും എന്നെ വീക്ഷിക്കുന്ന ഒരു മുത്തുനബിയെ, സ്വദേശത്തും വിദേശത്തും എന്നെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന എന്നെ കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട 20 മലക്കുകളെ, അവർ എന്നെ കാണുന്നുണ്ട്, അവർ എന്നെ വീക്ഷിക്കുന്നുണ്ട്, അവർ നിതാന്ത ജാഗ്രതയിൽ എന്നെ
ഫോളോ ചെയ്യുന്നുണ്ട്, നിഴൽ പോലെ അവരെന്നെ പിന്തുടരുന്നുണ്ട്. ഇതല്ലെങ്കിൽ പിന്നെ എന്താണ് വിശ്വാസം? കാഴ്ചയില്ലാത്ത, നമ്മളെ ഇരുട്ടത്തിൽ കാണാത്ത ആൾക്കൂട്ടത്തിൽ നിന്ന് മാത്രം, നമ്മളുടെ പരിചിതർക്ക് മുമ്പിൽ മാത്രം നമ്മെ കാണുന്ന ഒരു പടച്ചോനിലും ഒരു മുത്തുനബിയിലും നമ്മൾ വിശ്വസിച്ചു പോയോ? അല്ലാഹ് തന്നെ പറയുന്നുണ്ട്, മക്കളെ, ഒരു കാര്യം, യബ്ന ആദമ ലാ തജ്അൽനി അഹ്വനൻ നാദിരീന ഇലൈക. ആദമിന്റെ മക്കളെ, നിങ്ങളിലേക്ക് നോക്കി നിൽക്കുന്നവരിൽ വെച്ച് ഏറ്റവും നികൃഷ്ടനായി, നിസ്സാരനായി എന്നെ ആക്കല്ല. വല്ലാത്ത വർത്താനം. അള്ളയാണിത് പറയണത്. നിന്നെ നോക്കി നിൽക്കുന്ന പലരും ഉണ്ടായിരുന്നല്ലോ, എൻ്റെ ഉമ്മ, എൻ്റെ ഉപ്പ, എൻ്റെ ജ്യേഷ്ഠ, എൻ്റെ പെങ്ങള്, അവരെ മക്കള്, നാട്ടുകാര്, സുഹൃത്തുക്കള്, അയൽവാസികളൊക്കെ, അവരൊക്കെ പരിഗണിച്ചല്ലോ. അവരെ തൊട്ടൊക്കെ നീ ലജ്ജിച്ചല്ലോ, അവരിൽ നിന്നൊക്കെ നീ ഒളിപ്പിച്ചു വെച്ചല്ലോ. ഞാനും ഉണ്ടായിരുന്നല്ലോ അക്കൂട്ടത്തിൽ. എന്നെ നീ അവഗണിക്കല്ല, എന്നെ നീ പരിഗണിക്കാതെ മാറ്റി നിർത്തല്ല. ഖുദ്സിയായ ഹദീസ്. മരിച്ചു ചെന്നതിന് ശേഷം അള്ളാഹു ചോദിക്കുന്നു, മുത്തുനബി പറയാണ്, ലിമ ജഅൽതനി അഹ്വനൻ നാദിരീന ഇലൈക. നിന്നിലേക്ക് നോക്കി നിൽക്കുന്നവരിൽ വെച്ച് ഏറ്റവും നികൃഷ്ടനായി എന്തേ എന്നെ ആക്കിയത്? എല്ലാരും പരിഗണിച്ചല്ലോ. 3 വയസ്സായ എൻ്റെ ജ്യേഷ്ഠൻ്റെ കുട്ടിനെ, പെങ്ങളെ കുട്ടിനെ വരെ പരിഗണിച്ചല്ലോ. നീ എന്തേ എന്നെ നെവർ മൈൻഡ് ചെയ്തത് എന്ന് അള്ളാഹ് മരിച്ചു എന്നിട്ട് ചോദിക്കും. മക്കളെ, അവസാനിപ്പിക്കണം. ഇതാണ് വിശ്വാസം, ഈമാൻ എന്ന് പറഞ്ഞ സാധനം. ഇനി ഞാൻ നിങ്ങൾക്ക് 5 ഹദീസ് ഓതിത്തരും, അതോടുകൂടി എൻ്റെ വിഷയം തീരും. ലാ യസിനി സാനി ഹീന യസിനി വഹുവ മുഅ്മിൻ. ഈമാനുണ്ടോ വ്യഭിചരിക്കാൻ കഴിയൂല. വലാ യശ്റബുൽ ഖംറ ഹീന യശ്റബു വഹുവ മുഅ്മിൻ. ഈമാനുണ്ടോ മദ്യപിക്കാനോ ലഹരി ഉപയോഗിക്കാനോ കഴിയില്ല. വലാ യസ്രിഖു സാരിഖു ഹീന യസ്രിഖു വഹുവ മുഅ്മിൻ. ഈമാനുണ്ടോ കക്കാൻ കഴിയൂല. വലാ യന്തഹിബു ഹീന യന്തഹിബു വഹുവ മുഅ്മിൻ. ഈമാനുണ്ടോ കവർച്ച ചെയ്യാൻ കഴിയില്ല. വലാ യഗുല്ല ഹീന യഗുല്ല വഹുവ മുഅ്മിൻ. ഈമാനുണ്ടോ വഞ്ചിക്കാൻ കഴിയില്ല. ഉറപ്പന്നല്ലേ? അള്ളയും അള്ളാന്റെ റസൂലും മലായിക്കത്തുകളും എന്നെ നിതാന്ത ജാഗ്രതയിൽ അതിസൂക്ഷ്മമായി റഡാറ് വെച്ച് നിരീക്ഷിക്കുന്നു എന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ എങ്ങനെ ചങ്ങായിമാരെ വ്യഭിചരിക്കുക, എങ്ങനെ കക്കുക, എങ്ങനെ മദ്യപിക്കുക, എങ്ങനെ ലഹരി ഉപയോഗിക്കുക, എങ്ങനെ മൊബൈൽ ഫോണിൽ അബദ്ധസഞ്ചാരം നടത്തുക? കാരണം ഓലല്ലേ നോക്കി നിൽക്കുന്നത്. അപ്പൊ അവര് നോക്കി നിൽക്കുന്നുണ്ട് എന്ന് വിശ്വസിച്ചവർക്ക് ഇതിന് പറ്റൂല. അതാണ് ഈമാനുണ്ടോ വ്യഭിചരിക്കൂല, ഈമാനുണ്ടോ കക്കൂല, ഈമാനുണ്ടോ ലഹരി ഉപയോഗിക്കൂല, ഈമാനുണ്ടോ വഞ്ചിക്കൂല, ഈമാനുണ്ടോ കവർ ചെയ്യൂല. അതൊരു ഫോമാണ്. ഇനി ഏതൊക്കെ നിരോധാജ്ഞകളുണ്ടോ ആ നിരോധാജ്ഞകളൊന്നും ഈമാനുള്ള വ്യക്തിക്ക് ചെയ്യാൻ കഴിയൂല. കണ്ണിയത്ത് ഉസ്താദ് ചോദിച്ചതുപോലെ മനുഷ്യന്മാര് ഉള്ളറിയോന്ന് വെച്ചില്ലേ, അവിടുക്കണോ? അതുകൊണ്ട് നിങ്ങൾ മുഅ്മിനീങ്ങളായിട്ട് ജീവിച്ചോളി, ഈമാനുള്ളതായിട്ട് ജീവിച്ചോളി. ബാക്കി നമുക്ക് സ്വർഗത്തുനിന്ന് കാണുമ്പോൾ പറയാം. ഈമാൻ ജീവിതത്തിൽ മസ്റ്റാണ്. ഇതില്ലെങ്കിൽ ഇങ്ങനെ ഒരു ജീവിതം നിങ്ങൾക്ക് കിട്ടിയില്ല, നമ്മക്ക് കിട്ടിയില്ല. എന്തു സംഭവിക്കും? ഈമാനില്ലാതെ തിരിച്ചു പോകേണ്ടി വരും. കാരണം ഈമാൻ നമ്മളെ ജീവിതത്തിൽ ഇല്ലല്ലോ. എങ്ങനെ മനുഷ്യൻ ജീവിച്ചു അങ്ങനെ മരിക്കുള്ളൂ. ഈമാൻ ജീവിതത്തിൽ വേണ്ടേ? പോയകാല ജീവിതത്തിൽ പറ്റിപ്പോയി, വരുംകാല ജീവിതവും അങ്ങനെ, ശേഷവും അങ്ങനെ, ശേഷവും അങ്ങനെ. നമ്മളൊരു 10-70 വയസ്സ് ജീവിച്ചു എന്ന് വെക്കുക, ആ കാലഘട്ടം വരെ അങ്ങനെയാണ് മരിച്ചു. നിൽക്കാറുണ്ട്, നോൻപുണ്ട്, സക്കാത്തുണ്ട്, ഹജ്ജുണ്ട്. ഞാൻ ഈ പറഞ്ഞ ഒരു ജീവിതം കിട്ടിയില്ല. രഹസ്യത്തിലും പരസ്യത്തിലും ഇരുട്ടിലും വെളിച്ചത്തിലും കഥ കടഞ്ഞാലും കഥക് തുറന്നാലും പടച്ചോനെ കാണുന്ന, മുത്തുനബിയെ കാണുന്ന, മലായിക്കത്തുകളെ കാണുന്ന, ഓല് കാണുമല്ലോ എന്ന് പേടിച്ച് ദോഷം ഒഴിവാക്കുന്ന, ഓല് കാണുമല്ലോ എന്ന് പേടിച്ച് ലജ്ജിച്ച് ദോഷത്തിൽ നിന്ന് ഒഴിവാകുന്ന,
ഒരു ജീവിതം നമ്മൾക്ക് കിട്ടിയില്ലെങ്കിൽ, നമ്മൾക്ക് ഈമാൻ കയറിയിട്ടില്ലല്ലോ. ഈമാൻ കയറിയിട്ടില്ലെങ്കിൽ മരിക്കുമ്പോൾ എങ്ങനെ ഈമാൻ കിട്ടുക? അൽമർഉ യമൂതു അലാ മാ ആശ്, ഒരു മനുഷ്യൻ ജീവിച്ച ശൈലിയിൽ മരിച്ചു പിരിയും. ജീവിച്ചത് എങ്ങനെയാണോ അങ്ങനെ മരിക്കും. അതുകൊണ്ട് മക്കളെ, പോയ കാലത്ത് നമ്മളിൽ അബദ്ധം പറ്റിയിട്ടുണ്ട്, ശരിയാണ്. പടച്ചോനോട് കരഞ്ഞ് കണ്ണ് കലക്കുക, പടച്ചോൻ റെഡിയാണ് പൊക്കാൻ. അതേസമയം എക്കാലത്തും അങ്ങനെ ആയിക്കൂടാ. നമ്മൾക്കൊരു ജീവിതം കിട്ടണം, ഈമാനോടുകൂടെയുള്ളൊരു ജീവിതം കിട്ടണം. ആ ജീവിതം നമ്മൾക്ക് കിട്ടാനുള്ള, നിങ്ങൾക്ക് പടച്ചവൻ തന്ന ജീവിത കാലയളവിലെ ആയുസ്സിലെ ഈ 2 വർഷത്തിനേക്കാളും ബെസ്റ്റായ, ഇതിനേക്കാളും പെർഫെക്റ്റായ, ഇതിനേക്കാളും നല്ല ഒരു സമയം ഇനി നിങ്ങളുടെ ജീവിതത്തിൽ വരാനില്ല. മസ്റ്റ്. ഇവിടെ നിങ്ങൾ തീരുമാനിക്കണം. കുറച്ചും കൂടി കഴിഞ്ഞിട്ട് ആലോചിച്ച എന്ന് വന്നൂടെ? നിങ്ങൾ ഇന്നത്തെ പത്രം എടുത്ത് നോക്കി, നിങ്ങളെ ആയുസ്സിലുള്ളവർ മരിച്ചിട്ടുണ്ടല്ലോ. നാളത്തെ പത്രം എടുത്ത് നോക്കി, നിങ്ങളെ പ്രായത്തിലുള്ളവർ മരിച്ചിട്ടുണ്ടല്ലോ. എന്തുകൊണ്ട് മറ്റന്നാളത്തെ പത്രത്തിൽ, എന്തുകൊണ്ട് പിറ്റന്നാളത്തെ പത്രത്തിൽ, എന്തൊന്ന് പിറ്റന്നാളെ പത്രത്തിൽ? ബാക്കി ഞാൻ പൂരിപ്പിക്കുന്നില്ല. ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത്, ഈമാൻ മസ്റ്റാണ്. അവരെ മുഅ്മിനായിട്ട് മരിക്കുള്ളൂ. ആരാണ് മുഅ്മിനീങ്ങൾ, ആരാണ് മുത്തഖീങ്ങൾ? ഖുർആൻ ആർക്കാണ് വഴികാട്ടി? ഖുർആൻ ആർക്കാണ് നിഴലാകുന്നത്? അത് മുത്തഖീങ്ങൾക്കാണ്. ആരാണ് മുത്തഖീങ്ങൾ? അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി, ജനങ്ങൾ ഒഴിഞ്ഞാലും വിശ്വാസമുള്ളവര്, ജനങ്ങളില്ലെങ്കിലും വിശ്വാസമുള്ളവര്, ഓലാണ് മുത്തഖീങ്ങൾ. ഓൽക്കാണ് ഖുർആൻ വഴികാട്ടി, ഓലാണ് വഴിക്കു കൂടിയവർ. ഈ ഒരു വിശ്വാസം നമ്മൾക്ക് വന്നു കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗമാകേണ്ടത് നമ്മുടെ ഉമ്മയാണ്. ഉമ്മ നമ്മൾക്ക് നിഴലാണ്. ഉമ്മയെ നമ്മൾ നിഴൽ പോലെ പിന്തുടരണം. ഉമ്മയെ നമ്മൾ നിഴൽ പോലെ താലോലിക്കണം. എത്ര തവണയാണ് മക്കളെ ഉമ്മ നിങ്ങളുടെ കാഷ്ടവും മൂത്രവും കയ്യിലെടുത്ത് അമ്മാനമാടിയത്? 7250 തവണ. 7250 തവണയാണ് മക്കളെ നിങ്ങളുടെ ഉമ്മ നിങ്ങളുടെ കാഷ്ടവും മൂത്രവും കയ്യിലെടുത്ത് അമ്മാനമാടിയത്. എന്നേടാ പമ്പേഴ്സ് വന്നത്? അതൊക്കെ ഇന്നലെ മിനിയാന്നെത്തിയ സാധനാണ്. നിങ്ങളൊക്കെ കുട്ടികളായപ്പോൾ, നമ്മളൊക്കെ കുട്ടികളായപ്പോൾ കോരിയായിരുന്നു, വാരിയായിരുന്നു, കഴുകായിരുന്നു. നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കൂ. നിങ്ങൾ സ്വന്തമായി ശൗചം ചെയ്യുന്നതിൻ്റെ മുമ്പ്, വാഷ്റൂമിൽ കയറി നിങ്ങൾ സ്വന്തമായി ശൗചം ചെയ്യാൻ തുടങ്ങുന്നതിൻ്റെ മുമ്പ് എത്ര വർഷമുണ്ടായി? 1. ആ വർഷത്തിൽ ഒരു ദിവസത്തിൽ ശരാശരി എത്ര തവണ ഉണ്ടായി? 2. ഇത് രണ്ടും കൂടി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞ കണക്കൊരു പണത്തൂക്കം മുമ്പിലേ നിങ്ങൾ ചവിട്ടു. ആ ഉമ്മയെ നമ്മൾ വേദനിപ്പിച്ചൂടാ. ഒരു തവണ പോലും ഉമ്മയുടെ കാഷ്ടവും മൂത്രവും നമ്മുടെ കൈവെള്ളയിലായിട്ടില്ല. 7250 തവണ കാഷ്ടവും മൂത്രവും കൈയെടുത്ത് അമ്മാനമാടി, ഞരമ്പുകൾ കെട്ടുപൊട്ടിച്ച്, 100 കണക്കായ ഞരമ്പുകൾ ചീറ്റി, മരണത്തിന്റെ പകുതി വേദന ഏറ്റുവാങ്ങി. നാം ഉറങ്ങിയപ്പോഴെല്ലാം ഉണർന്നിരുന്നു, നാം ഭക്ഷിച്ചപ്പോഴെല്ലാം ഭക്ഷിക്കാതെ വിശന്നിരുന്ന നമ്മുടെ ഉമ്മയെ വേദനിപ്പിക്കരുത് മക്കളെ. നമ്മുടെ നിഴലാണത്. ബിർറു ആബാഅക്കും തബറുക്കും അബ്നാഉക്കും. നിങ്ങൾ നിങ്ങളുടെ പിതാക്കൾക്ക് ഗുണം ചെയ്യണം, എന്നാൽ നിങ്ങളുടെ മക്കൾ നിങ്ങൾക്ക് ഗുണം ചെയ്യും. വരമ്പത്തുനിന്ന് കൂലി കിട്ടുന്നൊരു കാര്യം ഈ ദുന്യാവിലുണ്ടെങ്കിൽ മാതാപിതാക്കളെ ധിക്കരിച്ച് അവരെ വെറുപ്പിക്കലാണ്. നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്താൽ നിങ്ങളുടെ മക്കൾ നിങ്ങളെ താലോലിക്കും. നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളെ വേദനിപ്പിച്ചെങ്കിൽ പലിശയടക്കം അല്ലാഹു തആല നിങ്ങളെ മക്കളിലൂടെ നിങ്ങൾക്ക് തിരിച്ചു തരും. ബിർറു ആബാഅക്കും തബറുക്കും അബ്നാഉക്കും. നിങ്ങൾ നിങ്ങളുടെ പിതാക്കൾക്ക് ഗുണം ചെയ്യണം, എന്നാൽ നിങ്ങളുടെ ആൺമക്കൾ നിങ്ങൾക്ക് ഗുണം ചെയ്യും. ഉഫ്ഫു തഇഫു നിസാഉക്കും. നിങ്ങൾ കുറ്റമുക്തമാകണം, എന്നാൽ നിങ്ങളുടെ ആശ്രിതർ കുറ്റമുക്തമായി ജീവിക്കും. മൻ സനാ സുനിയ ബിഹി.
നീ വ്യഭിചരിച്ചാൽ നിന്റെ വിഹിതത്തിൽ നിന്റെ ഭാര്യയിൽ മറ്റൊരാൾ വ്യഭിചരിച്ചു കഴിഞ്ഞിരിക്കും. അസ്സാനിയത്തു ലാ യൻകിഹുഹാ ഇല്ലാ സാനിൻ, അസ്സാനി ലാ യൻകിഹു ഇല്ലാ സാനിയത്തൻ. വ്യഭിചാരിയാണോ നീയെ, നിനക്ക് കിട്ടുന്നതും വ്യഭിചാരിണിയായിരിക്കും. അല്ലെങ്കിൽ ഔ മുശ്രിക്കത്തുൻ, കളത്തിന് പുറത്ത് ചാടിയവളായിരിക്കും. നമ്മുടെ നിഅൽ നമ്മുടെ ഉമ്മയാണ്, നമ്മുടെ നിഅൽ നമ്മുടെ ഉപ്പയാണ്, നമ്മുടെ നിഅൽ നമ്മുടെ ഗുരുവര്യരാണ്. ഏത് ഗുരുവര്യര്? എല്ലാ ഗുരുവര്യരും. ദീനിയായി നമ്മെ നയിക്കുന്നവർ, ദീനിന്റെ ചട്ടക്കൂട്ടിൽ നിന്നുകൊണ്ട് നമ്മെ നയിക്കുന്ന ഘട്ടത്തിൽ അവർ നമ്മുടെ നിഅലാണ്. അല്ലെങ്കിൽ അവരെ നമ്മൾ ആദരിക്കേണ്ടവരാണ്. ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ഒരു മനുഷ്യൻ, ഒരു പാവം മനുഷ്യൻ, സാധുവായ ഒരു മനുഷ്യൻ, ഡെലിഗേറ്റ്സ്, സാധാ മനുഷ്യൻ, അദ്ദേഹം വരുമ്പോൾ എണീറ്റ് നിൽക്കും. എന്തേ കാര്യം? നായക്ക് പ്രായപൂർത്തിയാകുന്നത് എപ്പോഴാണ് അറിയുക എന്ന് അയാളാണ് പഠിപ്പിച്ചു കൊടുത്തത്. അതുകൊണ്ട് നിങ്ങളുടെ ഗുരുക്കളിൽ അന്യമതസ്ഥരായ സഹോദര സമുദായാംഗങ്ങളിൽപ്പെട്ടവരുണ്ടെങ്കിൽ അവരോട് നാം കടപ്പെട്ടിരിക്കുന്നു. അവര് നമ്മുടെ നിഅലാണ്. നമ്മുടെ സ്ഥാപനം നമ്മൾക്ക് നിഅലാണ്. അതാണ് നമ്മൾക്ക് നിഅൽ വിരിച്ചു തന്നത്. ഈ സ്ഥാപനത്തിനോട് നമ്മൾ കടപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ ഫീസ് അടച്ചും നിങ്ങൾ താലോലിച്ചുമാണ് ഈ സ്ഥാപനം കൊണ്ടു നടന്നതെങ്കിൽ ഈമാൻ എന്ന കനകവും തെറ്റിന്റെ മുമ്പിൽ അരുതെന്ന മാനിഷാത പാടിയതും എൻ്റെ സ്ഥാപനമായതുകൊണ്ട് ഈ സ്ഥാപനം എനിക്ക് നിഅൽ വിരിച്ചു തന്നിട്ടുണ്ട്, ഇതിനോട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു എന്ന് നിങ്ങൾ ഇവിടെ നിന്ന് പിരിഞ്ഞു പോയാലും ചിന്തിക്കണം. നിങ്ങളുടെ വ്യത്യസ്തങ്ങളായ മേഖലയിൽ നിങ്ങളെ കൊണ്ട് നിങ്ങൾ നിഅൽ വിരിച്ചു കൊടുക്കേണ്ടവരാണ്. നിങ്ങളുടെ താഴെയുള്ള സഹോദരങ്ങളും സഹോദരിമാരും അവർ പൂർണ്ണമായി വസ്ത്രം ധരിച്ചു നടക്കാൻ നിങ്ങൾ അവർക്ക് നിഅലാവണം. നിങ്ങളുടെ അനുജന്മാർ റൂട്ടിൽ സഞ്ചരിക്കുന്നതിന് നിങ്ങൾ നിഅലാവണം. അങ്ങനെ നിങ്ങൾ നിഅൽ തേടി പോകേണ്ടവരും നിങ്ങൾ നിഅലാകേണ്ടവരുമാണ് എന്ന ബോധം നിങ്ങൾക്കുണ്ടാവണം. അതാണ് ഇതിൻ്റെ തീൻ. ആ അർത്ഥത്തിൽ നിങ്ങളുടെ ജീവിതത്തെ കരുപിടിക്കണം. എനിക്ക് വളരെ വലിയ സന്തോഷമുണ്ടായി. ഈ പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസം വന്നടഞ്ഞതിന് ശേഷം 1,00,000-ഉം അതിന്റെ സമീപത്തും അതിലധികവും സ്വലാത്ത് ചൊല്ലിയ നല്ല മക്കളാണെന്ന് കേട്ടപ്പോൾ, മക്കളെ, അതിനേക്കാളും നിങ്ങൾക്ക് ബെസ്റ്റായ ഒരു സാധനമില്ല. നമ്മെ ഈ ഉഡായിപ്പുകളിൽ നിന്ന്, ഈ ദുരാചാരങ്ങളിൽ നിന്ന്, ഈ ദുഷ്പ്രവണതകളിൽ നിന്ന് നമ്മെ മാറ്റി നിർത്താൻ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തന്നെ ഏൽപ്പിക്കുന്ന പ്രക്രിയയാണ് സ്വലാത്ത് എന്ന് പറഞ്ഞത്. മുത്തുനബിയെ നമ്മൾ ഏൽപ്പിക്കാൻ വേണ്ടി എന്നെ ഏൽപ്പിക്കണം, എന്നൊന്ന് വഴികൂട്ടി തരണം, എന്നെ ഒന്ന് ഏറ്റെടുക്കണമെന്ന് മുത്തുനബിയോട് ആവർത്തിച്ച് ആവശ്യപ്പെടുന്ന അഭ്യർത്ഥനകളാണ് സ്വലാത്ത്. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. ഇനി ഞാൻ നിങ്ങൾക്കൊരു സമ്മാനവും കൂടി തന്ന് അവസാനിപ്പിക്കട്ടെ. അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്നത് നിങ്ങൾക്ക് കിട്ടുമല്ലോ. നമ്മുടെ ഫാത്തിഹയിലെ സലാമല്ലേ അത്? അമ്മാ ഇൻ കാന മിൻ അസ്ഹാബിൽ യമീനി ഫസലാമുൽ ലക മിൻ അസ്ഹാബിൽ യമീൻ. സലാം മുത്തുനബിക്ക് ചൊല്ലുന്നവർ വലത് കയ്യിൽ കിതാബ് കിട്ടുന്നവരാണെന്ന് പരിശുദ്ധ ഖുർആൻ. അതുകൊണ്ടാണ് നമ്മളെ യാ നബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും, യാ ഹബീബ് സലാം അലൈക്കും, സ്വലവാത്തുല്ലാഹി അലൈക്കും. സലാത്തിന് മഹത്വമുണ്ട്. എന്നാലും നമ്മൾ അഷ്റഖ് ചെല്ലുമ്പോൾ കൂടുതൽ ചെല്ലുന്നത് സലാമാണ്. എന്തേ കാര്യം? അത് അസ്ഹാബുൽ യമീനിന്റെ വലത് കയ്യിൽ കിതാബ് കിട്ടുന്നവരുടെ അടയാളമാണ്. വഅമ്മാ ഇൻ കാന മിൻ അസ്ഹാബിൽ യമീനി ഫസലാമുൽ ലക മിൻ അസ്ഹാബിൽ യമീൻ. നിങ്ങൾ അസ്ഹാബുൽ യമീനാണെങ്കിൽ, വലത് കയ്യിൽ കിതാബ് കിട്ടുന്നവരാണെങ്കിൽ, ഖുർആനിൽ മറ്റേടത്ത് പറഞ്ഞു വലത് കയ്യിൽ കിതാബ് കിട്ടുന്നവർ വിജയികളാണ്. അവരാണ് വിജയിച്ചവർ. അവർ വിജയശ്രീലാളിതരാണ്. ആ ആളുകളുടെ പ്രത്യേകത എന്താ? അവർക്കുള്ള വിശേഷണം എന്താ? അവരുടെ തെളിവെന്താ? അവർ സലാം കൂടുതലായി ചെല്ലും. മക്കളെ, ഒരു ദിവസം നിങ്ങൾ 116 വട്ടം അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് ചൊല്ലി. 1. 2. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖല്ലത്ത് ഹീലത്തി അദിരിക്കിനി എന്ന് 116 വട്ടം ചൊല്ലി. ഇത് രണ്ടും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇതിൽ ഖുതുബിയതി എന്നില്ല. ഈ ഇജാസത്തിൽ ഖുതുബിയതി എന്നില്ല. പിന്നെ 116 വട്ടം ചൊല്ലേണ്ട ഒരു ദിക്റുണ്ട്. അത് നിങ്ങൾ മൊബൈലിൽ ഉണ്ടെങ്കിൽ പിടിക്കേണ്ടതാണ്. അന ഫീ ജാഹി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
ഞാൻ മുത്തുനബിയുടെ തണലിലാണ്, മുത്തുനബിന്റെ സ്ഥാനമാനത്തിന് കീഴിലാണ് ഞാൻ ജീവിച്ചു പോകുന്നത്. മുത്തുനബിയല്ലേ എനിക്ക് താങ്ങ്, മുത്തുനബിയല്ലേ എനിക്ക് തണല്, മുത്തുനബിയല്ലേ എനിക്ക് നിഴല് എന്ന അർത്ഥത്തിനുള്ള അനഫി ജാഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ കിട്ടിയില്ലെങ്കിൽ ഉസ്താദന്മാർക്കറിയാം ഞാൻ മുത്തുനബിയുടെ ജാഹിലാണ്. ഇത് 116 വട്ടം 24 മണിക്കൂറിനുള്ളിൽ ഈ 3 സെറ്റ് സ്വലാത്തുകൾ നിങ്ങൾ ചൊല്ലിയാൽ ഹബീബായ മുത്തുനബി വഫാത്തിന്റെ അവസരത്തിൽ നിങ്ങളുടെ സമീപത്ത് വരും. മയ്യത്ത് നിസ്കാരത്തിൽ മുത്തുനബി പങ്കെടുക്കും. മയ്യത്ത് ഖബറിലേക്ക് വെക്കുമ്പോൾ മുത്തുനബിയുടെ കയ്യിൽ വെച്ച് താങ്ങിക്കൊണ്ട് ഖബറിലേക്ക് മയ്യത്ത് വെക്കപ്പെടും. പിന്നെയുണ്ടോ മനുഷ്യൻ കഷ്ടപ്പെടുന്നു? അവസാനം ഖബറിലെത്തി ആരാണിതെന്ന് ചോദിക്കുമ്പോൾ ഇതെന്നിലേക്ക് അയച്ച തിരുദൂതരല്ലോ മുത്തുനബിയല്ലോ എന്ന് മറുപടിയും പറയും. അത്രയും വലിയ എഫക്റ്റുള്ള, കഴിവുള്ള, പ്രതാപമുള്ള ദിക്റിന്റെ സെറ്റാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. നിങ്ങൾ 24 മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് സൗകര്യമുള്ളൊരു സമയത്ത് ചൊല്ലിയാൽ മതി. ഒന്നുകൂടി ആവർത്തിക്കുന്നു, അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്നത് 116 വട്ടം, അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് അല്ലത്തി ലത്തി അദ്രിക്നി എന്നത് 116 വട്ടം, അന ഫീ ജാഹി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നത് 116 വട്ടം. 700 സ്വലാത്ത് ദിവസം ചൊല്ലുന്ന വ്യക്തി മരിക്കുമ്പോ മുത്തുനബിയെ കണ്ടേ മരിക്കൂ. അവന്റെ താങ്ങായി, തണലായി, അവന്റെ രക്ഷകനായി ഞാനുണ്ടാകുമെന്ന് മുത്തുനബി തന്നെ പറഞ്ഞിട്ടുണ്ട്. അതാണ് ഇന്ന ഔലന്നാസി ബി യൗമൽ ഖിയാമത്തി അക്സറുഹും അലയ്യ സ്വലാ. ഏറ്റവും അധികരിച്ച സ്വലാത്ത് എന്നതിലെ ഏറ്റവും ചെറിയ ലളിതമായ കണക്ക് 700 പിന്നീട് എങ്ങനെ ചെല്ലാം? ഒരു ദിവസം 50,000 സ്വലാത്ത്. നമ്മൾ എത്ര ദിവസം കൊണ്ടാണ് മക്കളെ 1,00,000 പൂർത്തീകരിച്ചത്? ഓരോ ദിവസവും 1,00,000 സ്വലാത്ത് ചൊല്ലി തീർത്ത മഹാനാണ് സയ്യിദന അബുൽ അബ്ബാസുൽ മർസി തങ്ങൾ. നമ്മൾ ലജ്ജിച്ച് തല താഴ്ത്തുക. അബുൽ അബ്ബാസുൽ മർസി തങ്ങൾ ഒരു മാസം ചൊല്ലി തീർക്കുന്നത് 15 ലക്ഷം സ്വലാത്താണ്. ചൊല്ലി 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 തകർത്ത് ചൊല്ലിയിട്ട് അബുൽ അബ്ബാസുൽ മർസി തങ്ങൾ പറഞ്ഞു, എൻ്റെ കൺമുമ്പിൽ നിന്ന് ഒരു സെക്കൻഡെങ്കിലും എൻ്റെ ഹബീബ് മറഞ്ഞു നിന്നാൽ, മാറി നിന്നാൽ, മാഅദത്തു നഫ്സി മിനർ റിജാൽ, ഞാൻ ആണല്ല. ഇത് പറയാൻ മാത്രം കെൽപ്പും ശക്തിയും ഉണ്ടായി. ചൊല്ലിത്തീർത്ത സ്വലാത്ത് എത്രയാണ്? 1,00,000 ദിവസം. മക്കളെ, അതുകൊണ്ട് സ്വലാത്ത് അധികരിപ്പിച്ചോളൂ. ഞാനീ പറഞ്ഞ 3 സെറ്റ് ദിക്ർ 24 മണിക്കൂറിനുള്ളിൽ എപ്പോഴെങ്കിലും ചൊല്ലി തീർത്തോളൂ. റഈസുൽ മുഹഖിഖീൻ കണ്ണിയത്ത് ഉസ്താദിന്റെ അടുക്കൽ ബഹുമാനപ്പെട്ട ബദർ ഉസ്താദാത്ത് നമ്മുടെ ശൈഖുന ഉസ്താദ് അവர்கள் പോയി സ്വലാത്തിന്റെ ഇജാസത്ത് വാങ്ങി. സുബഹിക്ക് ശേഷം 11 നാരിയത്തു സ്വലാത്തും മഗ്രിബ് നിസ്കാരത്തിന് ശേഷം 11 നാരിയത്തു സ്വലാത്തിന്റെയും ഇജാസത്ത് കൊടുത്തിട്ട് ചോദിച്ചു, ഇത് ചൊല്ലിയാൽ എന്താ കിട്ടുക എന്നറിയോ? ഇത് ചൊല്ലിയാൽ മയ്യത്ത് ഖബറിലേക്ക് വെക്കുമ്പോ മുത്തുനബിയുടെ കയ്യിൽ താങ്ങി ഖബറിലേക്ക് വെക്കപ്പെടും. അല്ലാഹു അക്ബർ. അതുകൊണ്ട് മക്കളെ, 1 കുറ്റമുക്തമായ ജീവിതം. രഹസ്യത്തിലും പരസ്യത്തിലും അള്ളാഹുവിനെ കാണുക. മുത്തുനബിയെ നിഴലായി പിന്തുടരുക. ഉമ്മയെയും ഉപ്പയെയും പരിരക്ഷിക്കുക. ഉസ്താദുമാരെയും ഗുരുനാഥന്മാരെയും ആദരിച്ച് ഫോളോ ചെയ്യുക. ആവശ്യമായതിലൊക്കെ അവര് പറഞ്ഞതനുസരിച്ച് ജീവിക്കുക. മൊത്തം തൻ്റെ കൂട്ടുകാരോട്, തൻ്റെ സഹപാഠികളോട്, സമൂഹത്തോട് എൻ്റെ മയ്യത്ത് കട്ടിൽ കൊണ്ടുപോകുന്ന അവസരത്തിൽ അവനൊരു നേരവാന്റെ ആളായിരുന്നു. ഒരാൾക്കും ഉപകാരം ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും ഉപദ്രവം ഒരാൾക്കും ഏൽപ്പിച്ചിട്ടില്ലെന്നു പറയാൻ പറ്റിയ ഒരു ജീവിതം നമ്മൾക്ക് കിട്ടുക. ഇതെല്ലാം ഒരു കൂടി കിട്ടാൻ നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം സ്വലാത്ത് അധികരിപ്പിക്കുക. എനിക്ക് വിശ്വാസം വേണമെന്ന് നിങ്ങൾ ദൃഢമായി കരുതുക. രഹസ്യത്തിലും പരസ്യത്തിലും, ഇരുട്ടിലും വെളിച്ചത്തിലും, കഥകടഞ്ഞാലും കഥക് തുറന്നാലും, ആൾക്കൂട്ടത്തിലും ആൾമറയത്തും എന്നെ കാണുന്ന, എന്നെ വീക്ഷിക്കുന്ന, എന്നെ നിരീക്ഷിക്കുന്ന എൻ്റെ മുത്തുനബിയും എൻ്റെ പടച്ചവനും എൻ്റെ മലായിക്കത്തുകളും എന്നൊരു കൺസെപ്റ്റിലേക്ക് വിശ്വാസത്തിൻ്റെ ധാരയെ പതുക്കെ പതിച്ചു വെക്കുക. അല്ലാഹു തൗഫീഖാക്കട്ടെ. ആമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ ഫതഹ്നാ ലക ഫത്ഹൻ മുബീന എന്ന തിരുവാക്യത്തിൽ ഈ പരിശുദ്ധമായ ഫെസ്റ്റ്, നിങ്ങളുടെ ഈ സംഗമം, ഈ സൗന്ദര്യ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.